സോ നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിൽ കവർ ചെയ്യാൻ പോകുന്നതിൻ്റെ ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തന്നു. സോ ഒരു ഫസ്റ്റ് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, വളരെ ബേസിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. മീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പുതിയൊരു ടാബ് എടുക്കുകയാണ്. ഓക്കെ, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തായിരിക്കും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പരിപാടി കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു സെയിൽസ് പേഴ്സൺ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തും. ഓക്കെ, അവർ പറയുകയാണ് ഈ പ്രോഡക്റ്റിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇത്രയും നാൾ നിൽക്കും. ഇപ്പോൾ ഒരു കുക്കറോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന കുറേ സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പരിചയപ്പെടുത്തും. അങ്ങനെയാണല്ലോ നമ്മളൊരു പ്രോഡക്റ്റ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പണ്ട്. മീൻസ് ഈ ഫേസ്ബുക്ക് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, ഇപ്പോഴും ഉണ്ട് എങ്കിലും അപ്പോഴായിരുന്നു കൂടുതലായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഒരു ഫ്ലെക്സ് വലിച്ചു കെട്ടും, അല്ലെങ്കിൽ കുറച്ച് നോട്ടീസ് അടിച്ചിറക്കും, അല്ലെങ്കിൽ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. ഈ ഒരു രീതിയിലൊക്കെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അതിൻ്റെയൊക്കെ ഒരു എന്താണ് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടില്ല. നമ്മൾ എങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പത്രത്തിൽ പരസ്യം കൊടുത്താലും അല്ലെങ്കിൽ ഒരു നോട്ടീസ് അടിച്ചിറക്കിയാലും അതിൻ്റെ അകത്തും നമ്മുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ല നമ്മൾ അവിടെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പോൾ പത്രത്തിൽ ഞാനൊരു പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഫുള്ളായിട്ട് പോകുന്ന ഒരു പത്രത്തിലായിരിക്കും ഞാൻ പരസ്യം കൊടുക്കുന്നത്. സോ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 18-22 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കും. മനസ്സിലായോ? സോ 18 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള എത്ര പേര് പത്രം വായിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്, അത് വിട്ടേക്കും. പക്ഷേ എനിക്കറിയേണ്ടത്, ഞാൻ ഇപ്പം മനോരമ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 lakhs എങ്കിലും വേണമെന്ന് തോന്നുന്നു ഫസ്റ്റ് പേജിൽ പരസ്യം കൊടുക്കാൻ. സോ അത്രയും രൂപ ഞാൻ സ്പെൻഡ് ചെയ്തൊരു ആഡ് കൊടുക്കുന്ന സമയത്ത് ആ ആഡ് കണ്ടിട്ടാണ് ഇത്രയും കസ്റ്റമേഴ്സ് എനിക്ക് വന്നതെന്നുള്ളതിൻ്റെ ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടില്ല, അറിയത്തില്ലല്ലോ. അല്ലെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത് വരും, നിങ്ങൾ പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണോ വന്നേന്ന്. അതിൻ്റെ റീസൺ എന്താ, മീൻസ് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പരസ്യം ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട് അല്ലേ. ഇപ്പം ഞാനൊരു പത്രത്തിലൊരു പരസ്യം കൊടുത്തു, അല്ലെങ്കിൽ ഞാനൊരു ഫ്ലെക്സ് വലിച്ചു കെട്ടി, എന്ത് പരിപാടി ചെയ്താലും ആ ഒരു പരസ്യം കണ്ടിട്ടാണോ ഇത്രയും പേര് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടിയാലല്ലേ നമുക്കൊരു നെക്സ്റ്റ് ഒരു പരസ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മീൻസ് ആ മിസ്റ്റേക്കിനെ പറയൂ, ആ മിസ്റ്റേക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്കൊരു പരസ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഒരു പരസ്യം കൊടുത്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടി വിയുടെ പരസ്യം ഞാൻ കൊടുത്തു. ആ ടി വിയുടെ പരസ്യം കൊടുത്തിട്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ, മീൻസ് പത്രത്തിലൊരു പരസ്യം കൊടുത്തിട്ട് എത്ര പേര് കണ്ടു, എത്ര പേര് ഈ പത്രത്തിലെ പരസ്യം കണ്ടിട്ടാണ് അത് മേടിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലാതെ തന്നെ ചിലപ്പോൾ കുറേ ആൾക്കാർ ഈ പറയുന്ന ടി വി മേടിക്കാൻ വന്നിട്ടുണ്ടാവാം. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, 50 ലക്ഷം രൂപ കൊടുത്ത് ഞാനൊരു പരസ്യം ചെയ്തു പത്രത്തിൽ. ഓക്കെ, സോ ആ 50 ലക്ഷം രൂപ മുടക്കിയതിൻ്റെ റവന്യൂ എനിക്ക് ഈ ആഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ 50 ലക്ഷം മുടക്കി, എനിക്ക് 1.5 കോടിയെങ്കിലും കിട്ടണം അല്ലേ, എനിക്ക് പ്രോഫിറ്റ് വേണ്ടേ? സോ അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ ഒരു ആഡ് സക്സസ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അത് മനസ്സിലായാലേ നമുക്ക് അടുത്ത ഒരു പരസ്യം കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? സോ നോർമൽ മാർക്കറ്റിങ്ങിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടില്ല. അത് എത്രത്തോളം പെർഫോം ചെയ്തു, എത്ര പേര് ഈ പരസ്യം കണ്ടു, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഈ പരസ്യം കണ്ടത്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് കൂടുതലായിട്ട് റെസ്പോൺസ് വന്നത്, ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഈ പറയുന്ന നോർമൽ മാർക്കറ്റിങ്ങിൽ നിന്ന് കിട്ടില്ല. മനസ്സിലായോ? സോ അവിടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എന്ത് മാർക്കറ്റിംഗ് ചെയ്താലും ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഞാനിപ്പോൾ നിങ്ങളെ മാർക്കറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനൊരു
22-നും 28-നും ഇടയിലുള്ള ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഓക്കെ, ഓൾ കേരള ഞാൻ ടാർഗറ്റ് ചെയ്യുകയാണ്. 22-നും 28-നും വയസ്സിന് ഇടയ്ക്കുള്ള ബിടെക് കഴിഞ്ഞ അല്ലെങ്കിൽ MBA കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 22-നും 28-നും വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർ, ഈ പറയുന്ന ഡിഗ്രി ഉള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു ആഡ് കാണത്തുള്ളൂ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആഡ് കാണണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുകയാണ്, സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. കേരള ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമായിരിക്കും നമ്മുടെ ക്യാമ്പയിൻ കാണുന്നത്. സോ എത്ര പേര് ഈ ഒരു നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് കാരണം എത്ര പേര് നമ്മുടെ ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എത്ര പേര് ലീഡ്സ് നമുക്ക് വന്നു എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ആഡ് റൺ ചെയ്യുന്നത് പെർ ഡേ 500-നാണ്. പെർ ഡേ 500-ന് നമ്മൾ ആഡ് റൺ ചെയ്തപ്പോൾ നമുക്ക് ഒരു ലീഡ്, എനിക്ക് തോന്നുന്നു 3 രൂപയ്ക്ക് ഒരു ലീഡ് കിട്ടി. അത്രയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തൊരു ക്യാമ്പയിനാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. മനസ്സിലായി? നമുക്ക് ഓൾമോസ്റ്റ് 1000+ ലീഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ 4 ബാച്ചായിട്ടാണ് ഇപ്പോഴത്തെ ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് നല്ല രീതിയിൽ പെർഫോം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായി? നമുക്ക് ഡേറ്റ വന്നിരിക്കുന്നത് ഈ ഒരു ആഡ് കണ്ടിട്ടാണെന്നുള്ളത് നമുക്കറിയാം. ഏത് ഏജ് ഗ്രൂപ്പിൽ നിന്നാണ് വന്നേക്കുന്നതെന്ന് അറിയാം. സോ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നത്, നിങ്ങൾ ഇപ്പം ആഡ് കണ്ടവർ എത്ര പേര് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അതും നല്ല റെസ്പോൺസാണ്. മനസ്സിലായി? സോ നമ്മൾ ഈ ഒരു ആഡ് മാത്രമേ ഇപ്പോൾ റൺ ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു ആഡിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇത്രയും ലീഡ്സ് വന്നത്. സോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ആഡ് സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? സോ ഇതുപോലുള്ള ഇൻസൈറ്റ്സുകൾ, ഇപ്പം വേറൊരു കാര്യം കൂടി എനിക്ക് അതിൻ്റെ ഒന്നും അറിയാൻ പറ്റും. ഞാൻ 22-നും 28-നും ഇടയ്ക്കുള്ള ഒരു ആൾക്കാരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് അറിയാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഞാൻ ഓൾ ജെൻഡേഴ്സിനെ ഞാൻ ടാർഗറ്റ് ചെയ്തു. പക്ഷെ ഞാൻ അതിൻ്റെ ഇൻസൈറ്റ്സ് ചെക്ക് ചെയ്താൽ എനിക്ക് ഒരുപാട് ഡേറ്റാസ് എൻ്റെ അകത്തുനിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ 1000 പേരിൽ ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള എൻ്റെ ഒരു ഡേറ്റ എനിക്ക് കിട്ടും. 22-നും 28-നും ഇടയ്ക്കുള്ള ആൾക്കാരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തതെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലീഡ്സ് തന്നതെന്നുള്ള എൻ്റെ ഇൻസൈറ്റ്സ് എനിക്ക് കിട്ടും. മനസ്സിലായി? സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ റൺ ചെയ്ത ക്യാമ്പയിനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മെയിലാണെന്ന് വെച്ചോ. ഓക്കെ, 1000-ൽ എനിക്ക് 800 മെയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 23-നും 25-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്തതെന്ന് വെക്കുക. ഫോർ എക്സാമ്പിളാണ്. സോ അടുത്തൊരു ക്യാമ്പയിൻ, നെക്സ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് 23-നും 25-നും ഇടയ്ക്കുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. അവരാണ് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തന്നത്. സോ ഈ ഒരു ആഡ് വെച്ചിട്ട് നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് നെക്സ്റ്റ് ക്യാമ്പയിൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ 23-നും 25-നും ഇടയ്ക്കുള്ള ബോയ്സിനെ മാത്രമേ ഞാൻ ടാർഗറ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കാറ്റഗറിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് ക്യാമ്പയിൻ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി റൺ ചെയ്തൊരു ക്യാമ്പയിൻ്റെ ഇൻസൈറ്റ്സ് വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ക്യാമ്പയിൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. മനസ്സിലായി? സോ ഈ ഒരു കേസ് നമ്മുടെ നോർമൽ മാർക്കറ്റിങ്ങിൽ നടക്കില്ല. മനസ്സിലായോ? സോ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നോർമൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിളുണ്ട്, സെർച്ച് എൻജിൻസ് ഗൂഗിളുണ്ട്, യാഹു ഉണ്ട്, ബിങ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. B2B ബിസിനസ്സിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഏജ് വൈസ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1991 മെയ് 25 എന്ന് പറയുന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 32 വയസ്സാണ്. സോ ഒരാൾ ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് 30-നും 35-നും ഇടയ്ക്കുള്ള ഒരാളെ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിട്ടുള്ള ആളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഡിവൈസ് വെച്ചിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും എന്നെ അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ ഞാൻ ആ ഒരു ഇൻഫർമേഷൻ ഫേസ്ബുക്കിന് കൊടുത്തു ഓൾറെഡി. എങ്ങനെയാണ്? ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്താണ് കൊടുക്കുന്നത്? ഞാൻ എൻ്റെ ഇൻട്രസ്റ്റുകൾ കൊടുക്കുകയാണ്. എനിക്ക് ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് ആണ്, മൂവീസ് ഇൻട്രസ്റ്റഡ് ആണ്, അതുപോലെ തന്നെ വേറെ സൈക്ലിങ് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമ്മൾ കൊടുക്കും, അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈറ്ററിന് കൊടുക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്.
മനസ്സിലായോ? അപ്പോൾ ഫേസ്ബുക്കിന് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും ഫേസ്ബുക്കിന് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? സോ ഞാനൊരു ആഡ് റൺ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഒരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിന് വളരെ സിമ്പിളാണ് ഈ ഒരു ആഡ് നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ എല്ലാ ഇൻഫർമേഷൻസും ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം പറയാം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തൊരു യാത്ര പോകുന്ന സമയത്ത് ട്രാവലിംഗ് ടു കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഈ ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരു വ്യക്തിയാണ്. സോ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളെ എനിക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ നിങ്ങളിലോട്ട്, ഇപ്പം നിങ്ങൾ കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലോട്ട് ആഡ് വരും. അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ട്രാവലിംഗ് ടു കൊച്ചി, ട്രാവലിംഗ് ടു മൂന്നാർ എല്ലാം നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. സോ എനിക്ക് വളരെ സിമ്പിളാണ്. ഞാനിതിൻ്റെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് നിങ്ങളിലോട്ട് എത്തുവാൻ വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ തന്നെയാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡേറ്റാസ് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിലെല്ലാം കൊടുത്തിരിക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിലെല്ലാം അവൈലബിൾ ആണ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മീൻസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം, നമ്മളൊരു 50 ലക്ഷം രൂപ മുടക്കി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാളിലും വളരെ കുറഞ്ഞ റേറ്റിൽ മിനിമം 100 രൂപയ്ക്ക് നമുക്കൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മീൻസ് സ്കെയിൽ ചെയ്യുന്നത് വേറൊരു കേസ്. സ്കെയിൽ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് നമ്മൾ കൂട്ടും. സോ ഇനിഷ്യലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പത്രത്തിൽ അങ്ങനെ ഒരു പരസ്യം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റ് വഴി നമുക്ക് ആൾക്കാരെ വളരെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഡെമോഗ്രാഫി ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. മനസ്സിലായി കാണുമല്ലോ? വളരെ ബേസിക് ആയിട്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷനിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയും ബേസിക് ആയിട്ട് ഇതിൽ കൂടുതൽ ബേസിക് ആയിട്ട് പറയാൻ എങ്ങനെയാണ് മീൻസ് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ടൊന്ന് പറയാം. നമ്മൾ SEO എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഓരോ വീഡിയോസ് നെക്സ്റ്റ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ SEO നമ്മൾ ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലുള്ള ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നമ്മൾ ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം നമ്മൾ മീൻസ് ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മനസ്സിലായി? SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഞാനൊന്ന് ഓവർവ്യൂ പറഞ്ഞു തരാം. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കീവേഡ് ഞാൻ സെർച്ച് ചെയ്തു. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിവിടെ കുറച്ച് റിസൾട്ട് കിട്ടി. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? സോ ഈ ഒരു റിസൾട്ടിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കീവേഡ് എൻ്റെ ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ വെബ്സൈറ്റിനെ ഈ ഗൂഗിൾ ലിസ്റ്റിങ്ങിൽ കാണിക്കുക എന്നുള്ളതാണ് SEOയുടെ പർപ്പസ്. മനസ്സിലായോ? സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേജസ് നമ്മുടെ ഗൂഗിളിൻ്റെ അകത്തുണ്ട്. സോ ഫസ്റ്റ് പേജിൽ നമ്മുടെ വെബ്സൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? സോ നമ്മളുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SEO നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കീവേഡിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ? സോ അതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ്. സോ ആ ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. മനസ്സിലായോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് സംസാരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കഥ പറയുമായിരുന്നല്ലോ. അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, എന്തൊക്കെയാണ് പ്രോസസ്സ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ ലൈവ് സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.